ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു F3 ഫാഹി. ഇന്ന് നമ്മുടെ വത്തക്ക വെച്ചിട്ടുള്ളൊരു സർബത്താണ്. അതും നല്ല റിഫ്രഷ് ആയിട്ടുള്ള ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഞാൻ ആദ്യം ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർക്കാതെ നമ്മുടെ വത്തക്ക ഒരു 2 സ്പൂൺ ഷുഗർ ഇട്ടിട്ട് അടിച്ചതാണ് കേട്ടോ. അതിലൊരു നുള്ളു വെള്ളം ഒഴിച്ചിട്ടില്ല, കാരണം വത്തക്കയിൽ നിന്ന് നമുക്ക് വെള്ളം വരും. അതുകൊണ്ട് ഞാൻ വെള്ളം കൂട്ടിയിട്ടില്ല. ജസ്റ്റ് വത്തക്കയും കുറച്ച് പഞ്ചസാരയും മാത്രം ചേർത്തിട്ട് അരച്ചതാണ്. ഇനി അതിനെ നമുക്ക് അരിച്ചെടുക്കണം. അപ്പോൾ അടിയിലൊരു ബൗൾ വെക്കുക, എന്നിട്ട് നമുക്ക് അരിപ്പ വെച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഈ സമയത്ത് നമ്മൾ വെള്ളമൊന്നും ചേർക്കരുത്. വെള്ളം ചേർക്കാത്ത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫുള്ളായിട്ട് ഒന്നാമത് തന്നെ നമ്മൾ വത്തക്ക അടിക്കുന്ന സമയത്ത് നമുക്ക് ജ്യൂസ് അടിക്കുന്ന സമയത്ത് നമുക്ക് വെള്ളമായി കിട്ടും. അതുകൊണ്ടാണ് വെള്ളം യൂസ് ചെയ്യാതെ നമ്മൾ അരച്ചെടുത്തത്. ഇനി ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യാം, കലക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ വെള്ളം താഴെ പോവും. നമ്മുടെ കുരുവും അതിൻ്റെ നാരൊക്കെ മേലെ നിൽക്കും, അതിനാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ വെള്ളം മാത്രമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് കുറച്ച് കട്ടി കൂടുതലാണ്. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് വേണം ഇതിൽ വെള്ളം ചേർക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് തന്നെ വെള്ളം ചേർക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് ഇതിന് ആവശ്യത്തിനുള്ള ഷുഗർ ഇട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം ചേർത്ത 2 ടീസ്പൂൺ ഷുഗറാണ്. അപ്പോൾ അത് തികഞ്ഞില്ല. ബാക്കി നമ്മൾ ഈ സമയത്ത് ചേർക്കുന്നുണ്ട്. ഒരു 3 ടീസ്പൂൺ നമ്മൾ ഷുഗർ ചേർക്കുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്യാം. ഷുഗറൊക്കെ അലിഞ്ഞ് വരുന്നവരെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പം എല്ലാവർക്കും ചൂടൊക്കെ അല്ലേ. ഇപ്പം നല്ല തണുത്ത റിഫ്രഷ് ആയിട്ട് എന്തെങ്കിലും കുടിച്ചാൽ കുറച്ച് ആശ്വാസം കിട്ടും. അത്രയ്ക്കും ചൂടാണ്. അപ്പം ഇതുപോലെയുള്ള റിഫ്രഷിങ് ഡ്രിങ്ക് നിങ്ങൾ എന്തായാലും തീർച്ചയായും ഉണ്ടാക്കി നോക്കുക. നമുക്ക് നല്ല റിഫ്രഷ് ആയിട്ട് കുറേ നേരത്തേക്കൊന്നും വെള്ളമൊന്നും കുടിക്കാനൊക്കെ തോന്നുവരില്ല. ഇനി നമുക്കതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്യാം. ഷുഗർ എല്ലായിടത്തും മധുരമൊക്കെ ഓക്കെ ആണോ നോക്കാം. ഓക്കെ അല്ലെങ്കിൽ കുറച്ചും കൂടി ചേർക്കാം. ഓക്കെ ആണെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇത്ര തന്നെ മതി, നമുക്ക് ഷുഗർ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ അത് ഫുള്ളായിട്ട് മിക്സായി കഴിഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മുടെ വത്തക്കനെ പൊടിയായിട്ട് കട്ട് ചെയ്യുക. അത് ഇതേപോലെ പൊടിയായി കട്ട് ചെയ്തിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കുരുവില്ലാതെ വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഇതേപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ വത്തക്ക വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായി പൊടിയായിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടി, കുരുവില്ലാതെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കൂടി ഇട്ട് കൊടുത്തിട്ട് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അല്പം ഉപ്പ്, ഒരു നുള്ളു ഉപ്പ് കൂടി ചേർക്കാനുണ്ട്. എന്നാൽ മാത്രമേ ഇതിൻ്റെ ടേസ്റ്റ് മുന്നോട്ട് നിൽക്കുകയുള്ളൂ. അതിനാണ് ഒരു 1/4 ടീസ്പൂൺ ആവശ്യമില്ല, വളരെ കുറച്ച് മതി. ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു അര ചെറുപുളി ഇതിലേക്ക് പിഴിഞ്ഞ് കൊടുക്കുക. അര മാത്രം മതി. നല്ല പുളി ഉണ്ടെങ്കിൽ അര മതി. പുളി ഇല്ലാത്തതാണെങ്കിൽ ഒരെണ്ണം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഫുള്ളായിട്ട് ഇത് നല്ല നീരൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമുക്ക് അര മതി, അതുകൊണ്ടാണ് അര ഇട്ടത്. നിങ്ങൾക്ക് പുളി ഇല്ലാത്തതാണെങ്കിൽ ഒന്നിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് നമ്മുടെ മിൻറ്റ് ലീവ്സാണ് കേട്ടോ. ഒരു 3-4 മിൻറ്റ് ലീവ്സ് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫുള്ളായിട്ട് മിക്സ് ചെയ്യുക. അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പുതിനൻ്റെ ഫ്ലേവർ കിട്ടും, വത്തക്ക കടിക്കാൻ കിട്ടും, വത്തക്ക വെള്ളം കിട്ടും, ചെറുള്ളീൻ്റെ ടേസ്റ്റ് കിട്ടും. അപ്പോൾ വളരെ വ്യത്യസ്തമായിട്ട് നമ്മൾ നല്ല റിഫ്രഷായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു വെള്ളമാണ്, വത്തക്ക വെള്ളമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഈ ചൂട്ടിനും നോമ്പൊക്കെ കഴിഞ്ഞിട്ട് നോമ്പിനൊക്കെ ഉണ്ടാക്കി കുടിക്കാനൊക്കെ വളരെ നല്ലതായിരുന്നു. നമ്മളൊക്കെ ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ട്. അപ്പം അതിന് ശേഷമാണ് ഇത് ഞാൻ ഷെയർ ചെയ്യുന്നുള്ളത്. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് മാറ്റാം. നമ്മൾ ചില ഷോപ്പിലൊക്കെ ചെറിയ ഷോപ്പിലൊക്കെ പോയാൽ നമുക്കിതുപോലെ വത്തക്ക വെള്ളം കിട്ടാറുണ്ട്. പക്ഷെ അതിൽ പുതിന ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അപ്പം പുതിനൊക്കെ ഇട്ടിട്ട് കുടിക്കുമ്പം പുതിനൊക്കെ നമ്മുടെ ശരീരത്തിനൊക്കെ വളരെ നല്ലതാണ്. അതുകൊണ്ടാണ് ഞാൻ വളരെ കുറച്ചായിട്ട് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വത്തക്ക വെള്ളം, റിഫ്രഷ് ആയിട്ടുള്ള വത്തക്ക വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കുക. ഇത് കുടിക്കുന്ന സമയത്ത് നമുക്ക് കഴിക്കാനും കുടിക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു റിഫ്രഷിങ് ഡ്രിങ്കാണ്. ഇത് ഏകദേശം ഞാനൊരു നമ്മുടെ ചെറിയൊരു വത്തക്കയാണെങ്കിൽ ഒരു
നേരെ ഹാഫാക്കി എടുത്തതാണ് കേട്ടോ. ചെറിയ വത്തക്കയാണെങ്കിൽ, വലുതാണെങ്കിൽ നമുക്ക് എന്താണ് 4 in 1 എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ബത്തക്ക ഇവിടെ ഫ്രഷ് ആയിട്ടുള്ള ബത്തക്ക വെള്ളം ഇവിടെ റെഡി ആയിട്ട്, അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ട്യൂൺഡ് വിത്ത് F3.